ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ മഹേഷ് വിശ്വസ്. ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത്. ക്ഷേത്രങ്ങളിലെ അനുവർത്തിക്കേണ്ട ചിട്ടകളും വീടുകളിൽ ചെയ്യേണ്ട ആചാരങ്ങളും ഒക്കെ തന്നെ പല വീഡിയോകളിലായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ നക്ഷത്രക്കാരുടെയും പൊതു സ്വഭാവങ്ങളും നക്ഷത്രത്തിൻ്റെ ദേവതകളും അവയുടെ സംഖ്യകളും അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ പലതവണയായി ചർച്ച ചെയ്ത് നിങ്ങളെല്ലാവരിലേക്കും മിതമായ തരത്തിലുള്ള എൻ്റെ അറിവ് പകർന്നു തരുവാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് മുഹൂർത്ത വിഷയത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. മുഹൂർത്തം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും അവയ്ക്കൊക്കെ ഈ ഒരു ശുഭമുഹൂർത്തം ചിന്തിക്കുന്നത് പതിവാണ്. ശുഭകർമ്മം ഏത് തന്നെ ആയിരുന്നാലും ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ 28 കെട്ട് മുതൽ, അതായത് നൂലുകെട്ട് മുതൽ, പിന്നീട് ചോറൂണ്, അതിനുശേഷം വിദ്യാരംഭം, പിന്നീട് ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വിവാഹം, ഗൃഹനിർമ്മാണം, ഗൃഹപ്രവേശനം എന്ന് വേണ്ട ഏത് കാര്യത്തിനായാലും, ഇനി ഒരു വാഹനം ഇറക്കുന്ന അല്ലെങ്കിൽ ഒരു വാഹനം പുതുതായി വാങ്ങുന്ന കാര്യത്തിനായാലും, ഒരു സ്ഥാപനം തുടങ്ങുന്ന കാര്യത്തിനായാലും, ഇതിനെല്ലാത്തിനും നമ്മൾ ഒരു മുഹൂർത്തം തേടാറുണ്ട്. നല്ല ഉത്തമനായ ഒരു ജ്യോതിഷനെ കണ്ട് അവിടെ ചെന്ന് നല്ലൊരു മുഹൂർത്ത ദിവസത്തെ നല്ലൊരു സമയം കുറിച്ചെടുക്കുകയാണ് നമ്മളെല്ലാവരും പൊതുവായി ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഏതൊക്കെ ദിവസം എന്തെല്ലാം കാര്യത്തിനൊക്കെ നമുക്ക് കൊള്ളാം, അല്ലെങ്കിൽ എങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് മുഹൂർത്തത്തിന് എടുക്കാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ചെറിയ ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കുകയാണ് എങ്കിൽ പൊതുവെ നമുക്ക് തന്നെ തീരുമാനിക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചിന്തിക്കാം, ഈ ദിവസം അതിനുവേണ്ടി തിരഞ്ഞെടുത്താൽ ഉത്തമമായിരിക്കുമല്ലോ എന്ന് ചിന്തിക്കാം. അപ്പോൾ ഈ മുഹൂർത്താദി വിഷയങ്ങൾ ചിന്തിക്കുമ്പോൾ ഊൺനാളുകൾ എന്ന് പറയുന്ന ഒരു 16 നക്ഷത്രങ്ങളുണ്ട്. ഈ 16 നക്ഷത്രങ്ങളാണ് നമ്മൾ മുഹൂർത്ത നക്ഷത്രങ്ങളായി കണക്കാക്കിയിരിക്കുന്നത്. 27 നക്ഷത്രങ്ങൾ ഉള്ളതിനകത്ത് 16 നാളുകളാണ് മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാറുള്ളത്. അവയെ പൊതുവെ ഊൺനാളുകൾ എന്നാണ് പറയാറുള്ളത്. ഊൺനാളുകൾ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ചോറൂണിന് വിധിച്ചിരിക്കുന്ന 16 നാളുകളാണ്. ഈ 16 നാളുകൾ തന്നെയാണ് എല്ലാ മുഹൂർത്തങ്ങൾക്കും നാം തിരഞ്ഞെടുക്കേണ്ടത്. കാരണം ബാക്കിയുള്ള 11 നാളുകളെ സംബന്ധിച്ചിട്ട് അവ മുഹൂർത്ത നാളുകളല്ല. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ നക്ഷത്ര ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ 16 നാളുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അതിന് ഒരു ശ്ലോകം പറയുന്നുണ്ട്. ഊണിന് നല്ലു പുണർപൂയവ് മവിട്ടമത്തം സ്വാതീജരോഹിണി ഓണവമിന്ദു മൈത്രം നാൾ നല്ലു ചിത്ര ചതയത്തോട് അശ്വതി നാൾ ഉത്രത്രയങ്ങളോടുകൂടെ വിധിക്ക പൗഷ്ണേ. ഈ വചനമനുസരിച്ച് പുണർദം, പൂയം, അവിട്ടം, അത്തം, ചോതി, രോഹിണി, തിരുവോണം, മകയിരം, അനിഴം, ചിത്തിര, ചതയം, അശ്വതി, ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി, രേവതി, ഈ 16 നാളുകളാണ് ഊൺനാളുകളായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 16 നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ വേണം നമ്മൾ ഓരോ മുഹൂർത്താദി വിഷയങ്ങളും തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതിൽ മുഹൂർത്തത്തിന് വേറെ ഒരുപാട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഓരോ മുഹൂർത്തത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അത് വിശദീകരിക്കാൻ നമുക്ക് പുറകെയുള്ള വീഡിയോകളിലൊക്കെ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ചെറുതായി വിശദീകരിക്കാം. കാരണം കുറേശ്ശെ പറഞ്ഞാലേ അത് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ 16 നാളുകളാണ് പൊതുവേ നമ്മൾ മുഹൂർത്തത്തിന് എടുക്കാറുള്ളത്. ഇതിന് തന്നെ ഓരോ കാര്യത്തിനും ഓരോ ദിവസങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ ഓരോ തിഥി ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുഹൂർത്ത എടുക്കുമ്പോൾ അത് ആരുടെ പേരിലാണോ മുഹൂർത്തം എടുക്കുന്നത് ആ അയാളുടെ നക്ഷത്രത്തിൻ്റെ 3-5-7 നാളുകൾ വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കണ്ടീഷൻസ് കൂടി ഈ മുഹൂർത്ത വിഷയങ്ങളിലുണ്ട്. അപ്പോൾ പൊതുവേ ഈ 16 നാളുകളാണ് നമ്മൾ ഈ മുഹൂർത്തത്തിന് വേണ്ടിയിട്ട്, ഏത് മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളൊരു ചെറിയൊരു അറിവ് നമ്മളെല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ ഏതൊക്കെയാണ് ഈ 16 നാളുകൾ എന്നുള്ളത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കേട്ടപ്പോൾ ഓർത്തിരിക്കുന്നു, പിന്നീട് ചിലപ്പോൾ മറന്നുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്ന നാളുകൾ ഏതൊക്കെയാണ് നിങ്ങളൊരു നോട്ടിൽ എഴുതി വെക്കുകയാണ് എങ്കിൽ നമുക്ക് ഓർത്തിരിക്കാം ഇത്രയേറ്റ നക്ഷത്രങ്ങളാണ് ഓരോ കാര്യത്തിന് വേണ്ടതെന്നും, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ആ നക്ഷത്ര ദിവസം എടുക്കണം, അത് എടുക്കുന്ന ദിവസം നമുക്ക് സൗകര്യപ്രദമായിരിക്കും എന്നൊക്കെ നമുക്കൊന്ന് ചിന്തിച്ച് ഉൾക്കൊണ്ടിരിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ
നിങ്ങളിലേക്ക് നല്ലൊരു അറിവ് തന്നെയാണ് ഞാൻ പകർന്നു തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഈ അറിവ് എത്തിക്കണം എന്നറിയിച്ചുകൊണ്ട് ഇന്ന് തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതലറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.